നൂറുൻ അലാ നൂർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി ഹബീബി റൂഹി ഫിദാക നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് സാധുക്കളായ ഞങ്ങളുടെ ഈ മജ്ലിസ് ഞങ്ങളിൽ നിന്നൊന്ന് കബൂലാക്കി തരണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആദ്യമായി ചോദിക്കാനുള്ളത് ഞങ്ങളുടെ ആഖിബത്താണ് റബ്ബേ. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. നല്ല മരണം നൽകണേ അല്ലാഹ്. മഹാന്മാര് മരണപ്പെട്ടതുപോലെ, മഹത്തുക്കള് മരണപ്പെട്ടതുപോലെ, ഇമാമീങ്ങള് മരണപ്പെട്ടതുപോലെ നല്ല മരണം നീ ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഉറക്കെ ഉച്ചരിച്ച് ഞങ്ങളുടെ കരളിന്റെ കാതലായ ഹബീബായ ആറ്റലായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സറഫാക്കപ്പെട്ട മുഖം കണ്ട് പുഞ്ചിരിച്ച് സ്വാലിഹീങ്ങളുടെ ഹദറത്തിൽ വെച്ച് ഒരു വെള്ളിയാഴ്ച രാവിലോ ഒരു വെള്ളിയാഴ്ച പകലിലോ ഒന്നുകൂടിയ നല്ല മരണം നീ ഞങ്ങൾക്ക് നസീബാക്കണേ അല്ലാഹുവേ. അതേപോലെ തെക്കും ഭാഗത്തുള്ള മുത്തുമിനീങ്ങള് മുഅ്മിനാത്തുകള് സഹോദരിമാര് റബ്ബേ, സാധു സംരക്ഷണത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയ ഈ മുബാറക്കായ മജ്ലിസ് റബ്ബേ, ആയിരക്കണക്കിന് രൂപ സഹായിച്ചവരുണ്ട്, പതിനായിരക്കണക്കിന് രൂപ നൽകിയവരുണ്ട്. അവർക്കൊക്കെ നീ ഖൈറ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഇരു വീട്ടിലും വിജയം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കടങ്ങളെ വീട്ടി തരണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണേ അല്ലാഹ്. വിവാഹം കഴിഞ്ഞ് മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ നൽകണേ അല്ലാഹ്. റബ്ബേ, ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണേ അല്ലാഹ്. ക്യാൻസർ രോഗം പിടിപെട്ടവരുണ്ട്, ബ്രെയിൻ ട്യൂമർ പിടിപെട്ടവരുണ്ട്, കുഷ്ഠരോഗം പിടിപെട്ടവരുണ്ട്, വെള്ളപ്പാണ്ട് രോഗം പിടിപെട്ടവരുണ്ട്. റബ്ബേ, ആളുകൾ അറുക്കുകയും വെറുക്കുകയും ചെയ്യുന്ന രോഗങ്ങൾ വന്നു പോയവരുണ്ട്. ആ മുഅ്മിനീങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. ആളുകൾ അറുക്കുകയും വെറുക്കുകയും ചെയ്യുന്ന രോഗങ്ങളെ തൊട്ട് റബ്ബായ നീ ഞങ്ങളെ കാക്കണം റഹ്മാനേ. ആപത്ത് മുസീബത്തുകളെ തൊട്ട്, പെടുമരണങ്ങളെ തൊട്ട്, ദുർമരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണം അല്ലാഹ്. ഈമാൻ അധികരിപ്പിച്ച് തരണം റഹ്മാനെ. തഖ്വ നൽകണം റഹ്മാനെ. ഇൽമ് നൽകണം റഹ്മാനെ. ഹിക്മത്ത് നൽകണം റഹ്മാനെ. ഫഹ്മ് നൽകണം റഹ്മാനെ. അഖ്ല് നൽകണം റഹ്മാനെ. നിന്റെ മഅരിഫത്തിന്റെ ഇൽമ് നൽകണേ അല്ലാഹ്. നിന്റെ കാവല് നൽകണേ അല്ലാഹ്. പടച്ച റബ്ബിന്റെ മദദുള്ളവരിൽ ഞങ്ങളെ പെടുത്തി തരണേ റഹ്മാനെ. ആറ്റലായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെടുന്ന ധാരാളം മുഹിബ്ബുകളില്ലേ, ധാരാളം ആശിക്കീങ്ങളില്ലേ. ആ പട്ടികയിൽ അവസാനത്തെ കണ്ണിയെങ്കിലും സാധുക്കളായി ഞങ്ങളാക്കി തരണം റഹ്മാനെ. അല്ലാഹ് ഇഷ്ടപ്പെടുന്ന അടിമകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ചേർത്ത് തരണം റഹ്മാനെ. ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യ സന്താനങ്ങൾ, കൂട്ടുകുടുംബങ്ങളെ ഉൾപ്പെടുത്തി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയവരുണ്ട്, ഞങ്ങളുടെ വാപ്പ ഉമ്മമാരുണ്ട്, ഞങ്ങളുടെ ഉസ്താദുമാരുണ്ട്, ഞങ്ങളുടെ മശായിഖന്മാരുണ്ട്. എല്ലാവർക്കും നീ ഉന്നതമായ ദർജ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ദുനിയാവിൽ വസിക്കുന്ന ഭവനത്തെക്കാൾ സ്വർഗീയ ഭവനം അവരുടെ ഖബറുകളാക്കണേ അല്ലാഹ്. ഞങ്ങൾ ദുനിയാവിൽ കഴിക്കുന്ന രുചികരങ്ങളായ ഭക്ഷണത്തെക്കാൾ സ്വർഗീയ ഭക്ഷണം കഴിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ദുനിയാവിലുള്ള അഹ്ലുകാരെക്കാളും സ്വർഗീയ അഹ്ലുകാരെ നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബത്തിൽ, ജീവിതത്തിൽ ഈ ഖൈറ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ദുനിയാവിലെ ജീവിതം ഏത് സമയത്താ ഞങ്ങൾ മരിക്കുക ഞങ്ങൾക്കറിയില്ലല്ലോ. ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ നിന്റെ ഭക്ഷണം കഴിച്ച്, നിന്റെ വസ്ത്രം ധരിച്ച്, നിന്റെ പാർപ്പിടത്തിൽ താമസിച്ച് റബ്ബേ, ഒരു വേള ഞങ്ങൾ മരിക്കുമല്ലോ.
കുല്ലി നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തെ രുചിച്ചറിയുക തന്നെ ചെയ്യും. റബ്ബേ, ഞങ്ങൾക്ക് നല്ല മരണം നീ ഞങ്ങൾക്ക് നസീബാക്കണം റഹ്മാനേ. തനസ്സലിൽ മലായികത്തി, മാലാകമാരുടെ തണലോടുകൂടിയ നല്ല മരണം നീ ഞങ്ങൾക്ക് നൽകണം അല്ലാഹുവേ. മരണത്തിന്റെ വേദന നീ ഞങ്ങൾക്ക് കുറച്ച് തരണേ അല്ലാഹുവേ. ഖബറിന്റെ അദാബിനെ തൊട്ട് നീ ഞങ്ങളെ കാക്കണം റഹ്മാനേ. അല്ലാഹുവേ, ഖബറിന്റെ ശിക്ഷയെ തൊട്ട് നീ ഞങ്ങളെ കാക്കണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ വൈകല്യങ്ങളൊക്കെ മാപ്പാക്കി നീ പൊരുത്തപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ, സിട്ടിജാലങ്ങളുടെ കൂട്ടത്തിൽ റബ്ബായ നീ ഞങ്ങളെ ചേർത്ത് തരണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളെ ആര് വെറുത്താലും, ആര് ഞങ്ങളെ കൈവിട്ടാലും, ആര് ഞങ്ങളെ കുറ്റം പറഞ്ഞാലും റബ്ബേ, ഞങ്ങൾക്ക് ഞങ്ങളുടേതെന്ന് പറയാൻ ഞങ്ങളുടെ മക്കള് പോലും ഞങ്ങളുടേതല്ലേ, ഞങ്ങളുടെ മാതാപിതാക്കള് ഞങ്ങളുടേതല്ലേ, ഞങ്ങളുടെ ശരീരം വരെ ഞങ്ങളുടേതല്ല, എല്ലാം പടച്ച റബ്ബിൻ്റെതാണ്. അല്ലാഹുവേ, നിനക്ക് പൊരുത്തപ്പെട്ട അടിമകളാക്കി ഞങ്ങൾ അനുഗ്രഹിക്കണം റഹ്മാനേ. ദുനിയാവിലും ആഖിറത്തിലും പടച്ച റബ്ബ് ഇഷ്ടപ്പെടുന്ന അടിമകളുടെ ആ ഗണത്തിൽ ഞങ്ങളെ ഒന്ന് പെടുത്തി തരണം റഹ്മാനേ. ഞങ്ങളുടെ ആപലാദികൾ പറയാൻ, ഞങ്ങളുടെ വിഷമങ്ങൾ പറയാൻ ഞങ്ങൾക്ക് ആരാ ഉള്ളത്? രാജാതിരാജനായ റബ്ബേ, ഞങ്ങളുടെ ദുആകളെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം റഹ്മാനേ. لا إله إلا الله محمد رسول الله صلى الله عليه وسلم നുറക്കെ ഉച്ചരിച്ച് ഞങ്ങളുടെ കരളിന്റെ കാതലായ ആറ്റലായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സർവാക്കപ്പെട്ട മുഖം കണ്ട് പുഞ്ചിരിച്ച് നല്ല മരണം നീ ഞങ്ങൾക്ക് ഓശാരമായി നൽകണേ അല്ലാഹുവേ. ഞങ്ങളെ നീ ദാക്കിരീങ്ങളിൽ ഉൾപ്പെടുത്തണേ അബിദീങ്ങളിൽ ഉൾപ്പെടുത്തണേ ആശിക്കീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ. മരിക്കുന്നതിന് മുമ്പ് ധാരാളം സ്വലാത്ത് ചെല്ലാൻ തൗഫീഖ് നൽകണേ സ്വലാത്ത് ചെല്ലുന്ന നാവുകളാക്കണേ പുന്നാര തങ്ങളെ കുടിയിരുത്തുന്ന കൽബുകളാക്കി തരണേ റഹ്മാനേ. തങ്ങളോട് അങ്ങേറ്റത്തെ മഹബത്ത് നീ ഞങ്ങൾക്ക് നൽകണേ തങ്ങൾക്ക് പൊരുത്തമില്ലാത്തതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകരുത് റഹ്മാനേ. ഞങ്ങളെ നീ കാക്കണമല്ലോ. ഞങ്ങളുടെ ദുആകളെ ഞങ്ങളിൽ നിന്ന് തട്ടിക്കളയരുത് റഹ്മാനേ. ഈ പവിത്രമായ മാസത്തിൽ, ഈ വിശുദ്ധമായ റമളാൻ അടുക്കുമ്പോ നിന്റെ ദർബാറിലേക്ക് ഈ നാട്ടിലുള്ള മുഅ്മിനീങ്ങൾ പലവിധേന പല പ്രയാസങ്ങളും പ്രതിസന്ധികളും പറഞ്ഞു. എല്ലാവരുടെ പ്രയാസങ്ങളെ മാറ്റിക്കൊടുക്കണേ റഹ്മാനേ. രോഗങ്ങളെ ശിഫയാക്കണേ റഹ്മാനേ. കടങ്ങളെ വീട്ടിക്കൊടുക്കണേ റഹ്മാനേ. അല്ലാഹുവേ, അവരേതൊരു ദേശ പ്രവാസ ലോകത്ത് നിന്ന് സഹായിച്ച മുഅ്മിനീങ്ങൾ അവർക്ക് നീ ഖൈറ് പ്രദാനം ചെയ്യണമല്ലാ. മയ്യത്ത് പൊതിഞ്ഞിട്ട് നാട്ടിലേക്ക് അയക്കുന്ന അവസ്ഥയെ തൊട്ട് പ്രവാസികളെ കാക്കണമല്ലാ. ആയുസ്സും ദീർഘായുസ്സും നീ നൽകണേ അല്ലാഹുവേ. ഞങ്ങളുടെ മാതാപിതാക്കളുടെ രോഗം ശിഫയാക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ ഉസ്താദുമാർ ഞങ്ങളോട് ദുആ കൊണ്ട് ഏൽപ്പിച്ചവർ, ഈ മജ്ലിസിൽ ദുആ കൊണ്ട് പറഞ്ഞവർ, അവരുടെയൊക്കെ രോഗം ശിഫയാക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ നൽകണേ അല്ലാ. വിവാഹപ്രായമായ ആണിനും പെണ്ണിനും അനുയോജ്യരായ പൊരുത്തപ്പെട്ട ഇണകളെ നീ നൽകണേ റഹ്മാനേ. ഈ മജ്ലിസുള്ള ഉലമാക്കൾക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. മുതഅല്ലിമീങ്ങളുണ്ട്, ഖുറവിയായ ആലിമീങ്ങളാക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ കരളിന്റെ കാതൽ ഹബീബായ ആറ്റലായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അദമ്യമായ ഹുബ്ബിന്റെ ഉടമകളാക്കി തരണേ അല്ലാഹ്. അവിടത്തേക്ക് ഇഷ്ടമല്ലാത്തതൊന്നും
ഞങ്ങളുടെ ജീവിതത്തിൽ നൽകരുത് റബ്ബേ. ഞങ്ങളെ നീ മദീനയിലെത്തിക്കണേ റഹ്മാനെ. മദീനയിൽ വെച്ചുള്ള മരണം നീ ഞങ്ങൾക്ക് നൽകു റബ്ബേ. നിന്റെ റഹ്മത്തിന്റെ കവാടം നീ ഞങ്ങൾക്ക് തുറന്നു നൽകണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് വേണ്ടതൊക്കെ ആത്മീയ വഴികളിൽ ഞങ്ങളെ കൈപിടിച്ച ഞങ്ങളുടെ മശായിഖന്മാർ, ഞങ്ങളുടെ ഉസ്താദുമാർ, ഞങ്ങളുടെ സാദാത്തുക്കൾ, ഞങ്ങളുടെ മശായിഖന്മാർ, അവരുടെയൊക്കെ പൊരുത്തവും മദതും ഇരു വീട്ടിലും നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഹുബ്ബക ഹുബ്ബ മൻ യുഹിബ്ബുക ഹുബ്ബ ഹബീബിക സയ്യിദനൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുബ്ബ മലി ഖർബനാ ഇലാ ഹുബ്ബിക യാ ദൽ ജലാലി വൽ ഇക്റാം. اللهم بلغنا حج بيتك الحرم وزيارة حبيبك المصطفى محمد صلى الله عليه وسلم مع صحة والعافية قبل أن تميتنا يا رب العالمين. اللهم طهر قلوبنا من شرك والرياء وزين ألسنتنا بالذكر والثناء. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا رب ارحمهما كما ربيانا صغيرا. اللهم بارك لنا في كل أمورنا في مجلسنا هذا يا رب العالمين. بركة تامة بجاه حبيبك المصطفى محمد صلى الله عليه وسلم. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. وفقنا الصيام للقيام وتلاوة القرآن أناء الليل وأطراف النهار يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. قد رجونا النصر والفتوح في أمورنا سيما في أمرنا بجاهكم مدبور ولي. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. അറ്റലായൊരു അസ്റഫുന്നബി പാടിടുന്നിവർ ആശയായി. ആഗ്രഹങ്ങൾ ഏറെയുണ്ട് കുബ്ബാചാരത്തിൽ ചെന്നിടാൻ. സ്വലാത്തു വസ്സലാമു عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. آتنا أمنا نظيما وسرورا يجي ملك الموت بحق شيخنا مدبور ولي. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ, എല്ലാവരും ഒന്ന് മുസാഫഹത്ത് ചെയ്തു പോകണം.
നമുക്ക് കിട്ടിയ ഒരു അവസരമാണ്. എല്ലാവരും ഒന്ന് സയ്യിദ് അവറുകളുടെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യണമെന്ന് അറിയിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരിമാരുടെ ശ്രദ്ധയിലേക്ക് വിശുദ്ധമായ റമദാനു ഷരീഫിൽ നമ്മുടെ മദ്രസ ഹാളിൽ വെച്ച് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പഠന ക്ലാസ് സംഘടിപ്പിക്കുന്നുണ്ട്. വരുന്ന ശനിയാഴ്ച രാവിലെ 10 മുതൽ 12 മണി വരെ, ശനിയാഴ്ച മുതൽ ആരംഭിക്കും ഇൻഷാ അള്ളാഹ്. എല്ലാ ദിവസവും വെള്ളിയാഴ്ച ഒഴിച്ചുള്ള എല്ലാ ദിവസവും പഠന ക്ലാസ് ഉണ്ടായിരിക്കും. അതിലെല്ലാ സഹോദരിമാരും പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാ, നമ്മുടെ സദസ്സിനെ ധന്യമാക്കിയ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ, അള്ളാഹു അവിടുത്തെ ദുആകളിലെല്ലാം നമ്മെ ഉൾപ്പെടുത്തി സന്തോഷിപ്പിക്കട്ടെ. അവിടുത്തെ ദുആകൾ അള്ളാഹു തആല മഖ്ബൂലാക്കി തരുമാറാവട്ടെ. അവിടുത്തേക്കും അവിടുത്തെ കുടുംബത്തിനും അള്ളാഹു എല്ലാവിധ ഖൈറുകളും ബറക്കത്തുകളും നിഅമത്തുകളും നൽകുമാറാവട്ടെ. അള്ളാഹു എല്ലാവിധ അനുഗ്രഹങ്ങളും വർഷിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ബിജാഹി നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. ആദി അവൽ മഹിദാരായി പടച്ചോവച്ച മുഹമ്മദ. ബദറിലും ബദർ ലംഘിടുന്നോരെ കാണുവാൻ വേദിയകല്ലാഹ്. സ്വലാത്തോ വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്.